പറവൂർ ചേന്നമംഗലത്ത് 3 പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി ഋതുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കൊലപാതക സമയത്ത് പ്രതി ലഹരിയിലായിരുന്നില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബത്തോടുള്ള വൈരാഗ്യം കൊലപാതകത്തിന് കാരണമായി എന്നാണ് മൊഴി. ആശുപത്രിയിൽ കഴിയുന്ന ജിതിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. കൊല്ലപ്പെട്ട 3 പേരുടെ ഇൻക്വസ്റ്റ് പൂർത്തിയായിട്ടുണ്ട്. അരുൺ ശങ്കർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുണ, പ്രതി ലഹരിയിലായിരുന്നില്ല എങ്കിൽ തന്നെയും ഒരു കുടുംബത്തിലെ 3 പേർ വളരെ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു, മറ്റൊരാൾ ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നു. എന്താണ് ഇതിന് കാരണമായി പറയുന്നത്? മറ്റു നടപടിക്രമങ്ങൾ പോലീസ് എത്രമാത്രം പൂർത്തീകരിച്ചിരിക്കുന്നു? ഈ 3 പേരെ കൊലപ്പെടുത്തിയ പ്രതി ഋതു ജയൻ ആ സമയത്ത് ലഹരിയിലല്ലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രക്തസാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അയാളിപ്പോൾ വടക്കേക്കര പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പോലീസ് ചോദിക്കുന്നതിന് മാത്രമുള്ള മറുപടിയാണ് നൽകുന്നത്. കഴിഞ്ഞ രാത്രിയൊക്കെ ശാന്ത സ്വഭാവനായിട്ടാണ് ഈ സെൽ കാണപ്പെട്ടത്. എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ കൊല്ലപ്പെട്ട വീട്ടുകാർ തന്നെയും തൻ്റെ വീട്ടുകാരെയും കളിയാക്കിയിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിലാണ് താൻ കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ ബംഗളൂരുവിൽ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്ത് വരികയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. അതിനുശേഷമാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഇപ്പോൾ വടക്കേക്കര സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. തുടർന്ന് കോടതിയിലും ഹാജരാക്കും. ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയില്ല. മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും ഋതുവിനെ കസ്റ്റഡിയിൽ വാങ്ങുക.